ഓം നമോ ഭഗവതേ വാസുദേവായ. നമസ്കാരം. കളരി സ്പന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപർണ മോഹൻ. ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ 6-ാമത്തെ അധ്യായത്തിലെ 17 മുതൽ 19 വരെ ശ്ലോകങ്ങൾ നാം കണ്ടുകഴിഞ്ഞു. ഇനി ശ്ലോകങ്ങൾ 20 മുതൽ 23 വരെ ആശയപൂർണതയ്ക്കായി ഒരുമിച്ച് വായിക്കാം. യത്രോ പരമതേ ചിത്തം നിരുദ്ധം യോഗസേവയാ യത്ര ചൈവാത്മനാത്മാനം പശ്യന്നാത്മനി തുഷ്യതി സുഖമാത്യന്തികം യത്തത് ബുദ്ധിഗ്രാഹ്യമതീന്ദ്രിയം വേത്തി യത്ര ന ചൈവായം സ്ഥിതശ്ചലതി തത്വതഃ യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേ നാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിചാല്യതേ തം വിദ്യാ ദുഃഖസംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ നിർവിണ്ണ ചേതസാ. അന്വയം: യോഗസേവയാ നിരുദ്ധം ചിത്തം യത്ര ഉപരമതേ. യോഗസാധനയാൽ നിരുദ്ധമായ മനസ്സ് യാതൊരവസ്ഥയിൽ ശാന്തമാകുന്നുവോ, യത്ര ച ആത്മന ആത്മാനം പശ്യൻ ആത്മനി ഏവ തുഷ്യതി. യാതൊരവസ്ഥയിൽ ആത്മാവിനാൽ ആത്മാവിനെ കണ്ടിട്ട് ആത്മാവിൽ തന്നെ സന്തുഷ്ടനാകുന്നുവോ, യത്ര ച അയം അതീന്ദ്രിയം ബുദ്ധിഗ്രാഹ്യം ആത്യന്തികം യത് സുഖം തത് വേത്തി ച. യാതൊരവസ്ഥയിൽ ഇവൻ ഇന്ദ്രിയഗോചരമല്ലാത്തതും ബുദ്ധിയാൽ ഗ്രഹിക്കത്തക്കതുമായ യാതൊരു പരമസുഖത്തെ അറിയുന്നുവോ, യത്ര സ്ഥിതഃ തത്വതഃ ന ഏവ ചലതി. യാതൊരവസ്ഥയിൽ സ്ഥിതി ചെയ്തിട്ട് പരമാർത്ഥ തത്വത്തിൽ നിന്ന് വ്യതിചലിക്കുന്നില്ലയോ, യം ലബ്ധ്വാ തതഃ അപരം അധികം ലാഭം ന മന്യതേ. യാതൊന്നിനെ ലഭിച്ചിട്ട് മറ്റൊന്നിനെ അതിലുമുപരിയായി വിചാരിക്കുന്നില്ലയോ, യസ്മിൻ സ്ഥിതഃ ഗുരുണ ദുഃഖേന അപി ന വിചാല്യതേ. യാതൊരവസ്ഥയിലിരുന്നിട്ട് കഠിന ദുഃഖത്താൽ പോലും ചലിപ്പിക്കപ്പെടുന്നില്ലയോ. ദുഃഖസംയോഗ വിയോഗം തം യോഗസംജ്ഞിതം വിദ്യാത്. ദുഃഖത്തോടുള്ള ബന്ധത്തെ വേർപെടുത്തുന്ന ആ അവസ്ഥയെ യോഗമെന്ന പേരോടുകൂടി അറിയേണ്ടതാകുന്നു. സഹ യോഗഃ നിശ്ചയേന അനിർവിണ്ണ ചേതസാ യോക്തവ്യഃ. ആ യോഗം ദൃഢനിശ്ചയത്തോടും ക്ഷീണമില്ലാത്ത മനസ്സോടും കൂടി അഭ്യസിക്കപ്പെടേണ്ടതാണ്. അതായത് യോഗസാധന കൊണ്ട് വിഷയങ്ങളിൽ നിന്ന് നിവൃത്തി നേടിയ മനസ്സ് ഏതൊരവസ്ഥയിൽ പ്രശാന്തമാകുന്നുവോ, ഏതവസ്ഥയിൽ ആത്മാവ് കൊണ്ട് ആത്മാവിനെ ദർശിച്ച് ആത്മാവിൽ തന്നെ സന്തുഷ്ടനാകുന്നുവോ, ഇന്ദ്രിയങ്ങൾക്ക് അതീതവും ബുദ്ധിയാൽ മാത്രം ഗ്രഹിക്കത്തക്കതുമായ പരമാനന്ദത്തെ ഏതവസ്ഥയിൽ അറിയുന്നുവോ, ഏതവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് മൂലം പരമാർത്ഥ തത്വത്തിൽ നിന്നും വ്യതിചലിക്കുന്നില്ലയോ, ഏതൊന്ന് ലഭിച്ചാൽ അതിലുമുപരിയായി മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനില്ലയോ, ഏതവസ്ഥയിലിരുന്നാൽ കഠിന ദുഃഖത്താൽ പോലും ചലിക്കപ്പെടാതിരിക്കുമോ, ദുഃഖത്തോടുള്ള ബന്ധത്തെ വേർപെടുത്തുന്ന ആ അവസ്ഥയാണ് യോഗം എന്ന് അറിയേണ്ടതാകുന്നു. ആ യോഗത്തെ നിശ്ചയദാർഢ്യത്തോടും പ്രസന്നമായ മനസ്സോടും കൂടി അഭ്യസിക്കേണ്ടതാണ്. അനിർവിണ്ണ ചേതസ എന്നതിന് നിർവേദരഹിതമായ മനസ്സോടുകൂടി എന്ന് ശങ്കരഭാഷ്യം. ദുഃഖസംയോഗ വിയോഗമാണ് യോഗം എന്ന നിർവചനം ശ്രദ്ധിക്കേണ്ടതാണ്. യോഗ സാധനയിലൂടെ ആത്മാനുഭൂതി ലഭിക്കുന്നതോടെ എല്ലാ ദുഃഖങ്ങളും ദുഃഖകാരണങ്ങളും അറ്റുപോകുന്നു. അനിർവചനീയവും അതീന്ദ്രിയവുമായ പരമാനന്ദം കൈവരുന്നു. ഇതി ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം.